നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിസ്റ്റുകളെ അഥവാ നാസ്തികരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന വിഷയം പറഞ്ഞു. ആ സമയത്ത് അവർ സ്വാഭാവികമായും മെല്ലെ പ്ലേറ്റ് മാറ്റുക എന്നുള്ളതൊരടവാണ്. മെല്ലെ അവർ നാസ്തിക പക്ഷത്ത് നിന്ന് ആജ്ഞേയതാവാദികളുടെ പക്ഷത്തേക്ക് മാറും, ആഗ്നോസ്റ്റിക് ആവും. അപ്പോൾ അവരോട് നമുക്ക് തെളിവ് ചോദിക്കാൻ പറ്റില്ലല്ലോ, അവരോട് നമ്മൾ തെളിവ് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഓക്കെ, അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആജ്ഞേയവാദികൾക്കൊരിക്കലും മതവിശ്വാസികളെ കുറ്റപ്പെടുത്താൻ അവകാശമില്ല, മതവിശ്വാസത്തെ പരിഹസിക്കാൻ അവകാശമില്ല, എതിർക്കാനോ അത്തരം വിമർശനങ്ങൾക്കൊന്നും അവർക്ക് സാധ്യതയില്ല. കാരണം അവരറിയാത്തവരാണ്, ദൈവം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, തെളിവ് അവർക്ക് അറിഞ്ഞുകൂടാത്തവരാണ്, ഇല്ല എന്നതിനും തെളിവ് അറിയില്ല എന്ന് മാത്രം. അപ്പോൾ അവർക്ക് ചോദിച്ച് പഠിക്കാനേ പറ്റുള്ളൂ. അവരുമായി സംവാദം പോലും, അവരുമായി എന്ന് പറഞ്ഞാൽ വ്യക്തികൾക്ക് തൽക്കാലം മറുപക്ഷത്ത് നിന്ന് സംവാദം നടത്താം. പക്ഷേ ആജ്ഞേയവാദം എന്ന് പറയുന്നത് മതവിശ്വാസവുമായി സംവാദം നടത്താൻ പറ്റുന്നതല്ല. കാരണം സംവാദം നടത്തുമ്പോൾ അതിൻ്റെ കൃത്യമായ സംവാദ ശാസ്ത്രമനുസരിച്ച്, തർക്കശാസ്ത്ര നിയമം അനുസരിച്ച് രണ്ട് മുദ്രയും ഉണ്ടായിരിക്കണം. രണ്ട് വാദം, പരസ്പര വിരുദ്ധമായ വൈരുദ്ധ്യമുള്ള രണ്ട് വാദങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഒരാൾ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട് എന്ന് വാദിക്കുമ്പോൾ സൃഷ്ടാവില്ല എന്ന് തിരിച്ച് വാദിക്കുന്ന ഒരാളുമായിട്ടാണ് യഥാർത്ഥത്തിൽ വാദപ്രതിവാദം സാധ്യമാകുന്നത്. ഇന്ന് നമ്മുടെ നാടുകളിൽ നടക്കുന്ന സംവാദങ്ങൾ പലപ്പോഴും മിക്കവാറും ഇത്തരം സംവാദശാസ്ത്രത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടൊന്നായിരിക്കാറില്ല. അത് മറ്റൊരു കാര്യം. ഏതായാലും എനിക്ക് തോന്നുന്നത് സംവാദശാസ്ത്രം ഒന്ന് വേറിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് അത് സംസാരിക്കാം. ഏതായാലും ആജ്ഞേയവാദം എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് ഒരു വാദം പോലും അവർക്കില്ല, അവർക്ക് ചോദിച്ച് പഠിക്കാനേ പറ്റും. അപ്പോൾ ആ ഒരു മനോഭാവത്തോടുകൂടെ പഠിക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത് ഒരാൾ വരുമ്പോൾ നമ്മൾ വളരെ മാന്യമായി നല്ല നിലക്ക് മനസ്സിലാകേണ്ട വിധത്തിൽ അവർക്ക് പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നതിൻ്റെ തെളിവുകൾ സ്ഥാപിച്ചു കൊടുക്കുകയാണ്. തെളിവുകൾ പല കാറ്റഗറികളായിട്ടുണ്ട്. ആളുകൾക്കനുസരിച്ചുള്ള തെളിവുകൾ നമുക്ക് ലഭ്യമാണ്. പ്രപഞ്ചത്തിന് സൃഷ്ടാവിന് ഉണ്ട് എന്നതിനുള്ള തെളിവുകൾ വളരെ സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിലുള്ള ലളിതമായ തെളിവുകളുണ്ട്. അതേസമയത്ത് വളരെ ദൈക്ഷണികമായി ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു സാധാ സംസാരങ്ങളിലും ഒക്കെ ചെറിയ ചെറിയ ലോജിക്കൽ ലൂപ്പ് ഹോളുകൾ കണ്ടെത്തുന്ന എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അത് സാധ്യമായിരിക്കില്ല എന്ന് നമുക്ക് കോമൺ സെൻസിനൊക്കെ അറിയാം. പക്ഷേ ബുദ്ധിപരമായി അങ്ങനെ ആയിക്കൂടെ, ഇങ്ങനെ ആയിക്കൂടെ എന്ന് ചോദിക്കാൻ തീരുമാനിക്കുന്ന ഒരാൾ, അയാൾക്ക് ചിലപ്പോൾ എന്തും ചോദിക്കാം. ഇപ്പോൾ ഒരു പാവപ്പെട്ട വീടാണ്, ആ വീടിൻ്റെ ഈ ചുമരിൻ്റെ ഉള്ളിൽ സ്വർണ്ണക്കട്ടയുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കൊരിക്കലും അതിന് സാധ്യതയില്ല എന്ന് പറയും. പക്ഷെ ബുദ്ധിപരമായിട്ട് എന്താ അതിന് അസംഭവ്യം, അതിനുള്ളിൽ ഉണ്ടായിക്കൂടെ? ഇത് ബംഗാളികൾ പാവങ്ങൾ ഉണ്ടാക്കിയ ഒരു കെട്ടിടമാണ്, അതിൻ്റെ ഉള്ളിൽ എങ്ങനെ സ്വർണ്ണക്കട്ട ഉണ്ടാവില്ല? അതെന്താ, അതിൽ ഏതോ ഒരു ബംഗാളി വലിയ ധനികനുണ്ടെങ്കിലോ അയാൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സാധ്യത ചോദിക്കുകയാണെങ്കിൽ അയാളെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയണമെങ്കിൽ അതിനുകൂടി സ്കോപ്പില്ലാത്ത തെളിവുകൾ അവതരിപ്പിക്കണം. അപ്പം അങ്ങനെ ബുദ്ധിപരമായ ലൂപ്പ് ഹോളുകൾ പോലുമില്ലാത്ത തെളിവുകൾ സമർത്ഥിച്ച് വാദപ്രതിവാദം നടത്താൻ നമുക്ക് തീർച്ചയായും കഴിയും. അത്തരം വാദപ്രതിവാദങ്ങൾക്ക് ഇന്ന് നാസ്തികർ സന്നദ്ധരാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ പറഞ്ഞു വന്നത്, അപ്പോൾ ആജ്ഞേയവാദികൾക്ക് അവർക്കാണ് നമ്മൾ യഥാർത്ഥത്തിൽ തെളിവ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഖുർആൻ്റെ ഒക്കെ ഒരു ശൈലി അല്ലെങ്കിൽ ഹദീസുകളുടെ ഒക്കെ ഒരു ശൈലി, അവിടെ പറയുന്ന തെളിവുകളൊക്കെ ബോധ്യപ്പെടാൻ വിചാരിക്കുന്ന ഒരാൾക്ക് ബോധ്യപ്പെടാനുള്ള എമ്പാടും തെളിവുകൾ പറയുന്നുണ്ട്. അതേസമയത്ത് കൂടുതൽ ലോജിക്കലായിട്ടുള്ള വിമർശനങ്ങൾക്ക് ഇൽസാമ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവരെ മറുപടി സമർത്ഥിച്ചു കൊടുക്കാനുള്ള തെളിവുകളൊക്കെ നമ്മുടെ ഇമാമുകളുടെ കിതാബുകളിലുമൊക്കെ മോഡേൺ ഫിലോസഫിയിലൊക്കെ ഒരുപാട് തെളിവുകൾ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോന്നായി അതിലേക്ക് കടന്നു വരാം. ആദ്യം ഏറ്റവും ലളിതമായി ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവ് ഉണ്ട് എന്നാണ് സ്വാഭാവികമായും തോന്നുക. കാരണം ഇത്രയും വിപുലമായ പ്രപഞ്ചവും അതിൻ്റെ അണ്ടകടാഹങ്ങളും അതിൻ്റെ വലുപ്പവും അതിൻ്റെ വ്യവസ്ഥാപിതമായ ശൈലിയും ക്രമീകരണമൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും ഇത്തരം ഒരു പ്രപഞ്ചത്തെ സംവിധാനിച്ച ഒരു സംവിധായകൻ ഉണ്ടാകും എന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അടിസ്ഥാനപരമായ ഒരു മനുഷ്യൻ്റെ ബുദ്ധി ഇതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവ് ഉണ്ട് എന്ന് തന്നെയാണ് ബേസിക്കലി നമുക്ക് തോന്നുക.
അപ്പോൾ അത് തന്നെ ഒരു തെളിവാണ്. ഒറ്റ വാക്കിൽ സ്രഷ്ടാവിൻ്റെ തെളിവ് എന്താണ് എന്ന് ചോദിച്ചാൽ ഈ സൃഷ്ടി തന്നെയാണ്, അല്ലെങ്കിൽ പ്രപഞ്ചം തന്നെയാണ്. ഈ പ്രപഞ്ചം കാണുമ്പോൾ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ ഒരു അറാബി എന്ന് പറയുന്നത് കാണാം. നിബിധങ്ങൾ ചോദിക്കുമ്പോൾ അള്ളാഹു ഉണ്ട് എന്നുള്ളതിന് എന്താ തെളിവ്? ആ അറാബിയായ ഒരു സാധാരണക്കാരനായ വ്യക്തി, അവർ ഒട്ടകവും മരുഭൂമിയൊക്കെയായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന സാധാരണ മനുഷ്യരാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി, ഒരു മരുഭൂമിയിലൂടെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അതിലൂടെ ഇങ്ങനെ കാൽപ്പാടുകൾ കാണുകയാണെങ്കിൽ, ഒരു ഇടയൻ്റെ കാൽപ്പാടുകൾ കാണുകയാണെങ്കിൽ, കൂടെ ഒട്ടകത്തിൻ്റെ പിട്ട കാണുകയാണെങ്കിൽ, ഇതിലൂടെ ഒരു ഒട്ടകം പോയിട്ടുണ്ട്, കൂടെ ഒരു പതികൻ നടന്നു പോയിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് മനസ്സിലാവില്ലേ? ഈ അടയാളങ്ങളിൽ നിന്ന് മുൻപൊരു ഒട്ടകമുണ്ടായിരുന്നു എന്ന് മനസ്സിലാകുന്നത് പോലെ ഈ പ്രവിശാലമായ പ്രപഞ്ചം കാണുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ടെന്ന് മനസ്സിലാകുമല്ലോ. വളരെ സിമ്പിളായിട്ടുള്ള, പിന്നെ ആർക്കും നിഷ്പക്ഷമായി ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു തെളിവാണിത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഏതൊരു കാര്യം നടക്കണമെങ്കിലും അതിൻ്റെ പിന്നിലൊരു കാരണമാണ്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഒരു കാരണം വേണം. ഞാൻ വളരെ ഹ്രസ്വമായി ചുരുക്കിയാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് കുറച്ച് വിശദീകരിക്കേണ്ട സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് പോവാം. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഏതൊരു കാര്യത്തിൻ്റെ പിന്നിലും ഒരു കാരണമാണ്. മഴ പെയ്യുന്നതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു കാരണങ്ങൾ അവിടെ നടന്നിട്ടുണ്ടായിരിക്കും. ആ കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണം മേഘം രൂപപ്പെട്ടു, അവിടെ കൃത്യമായ ഒരു സമയത്ത് നിശ്ചിത അളവിലുള്ള കാറ്റ് അടിച്ചു, അവിടെ ഘനീഭവിച്ച് ആ മേഘം വെള്ളത്തുള്ളിയായി താഴോട്ട് വീണു. അപ്പം എങ്ങനെ ഈ മേഘം രൂപപ്പെട്ടു? അതിൻ്റെ പിന്നിൽ കൃത്യമായൊരു കാരണം ഉണ്ടായിരിക്കും. അതിൻ്റെ പിന്നിൽ അങ്ങനെ സൂര്യൻ്റെ താപം കൊണ്ട് നമുക്കറിയാം കടൽ ജലം അത് ബാഷ്പീകരിച്ച് മുകളിലേക്ക് ഉയർന്നു. അപ്പോൾ എന്തുകൊണ്ട് കടൽ ജലം ബാഷ്പീകരിച്ചു? അത് സൂര്യനിൽ നിന്നുള്ള താപം ഏറ്റു. എങ്ങനെ താപം രൂപപ്പെട്ടു, അല്ലെങ്കിൽ എങ്ങനെ പ്രകാശം രൂപപ്പെട്ടു? അപ്പോൾ അവിടെ നടക്കുന്ന ഹീലിയം, ന്യൂക്ലിയർ ഫ്യൂഷൻ, ഇങ്ങനെ തുടങ്ങി ഓരോന്നിനും പിന്നിലുള്ള കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയാതിരിക്കട്ടെ, കാരണങ്ങൾ ഉണ്ടാകും എന്നത് ബുദ്ധിപരമായൊരു തെളിവാണല്ലോ. അതുകൊണ്ട് പ്രപഞ്ചത്തിൽ ഓരോ കാര്യത്തിനും കാരണം വേണമെങ്കിൽ അതിന് മുമ്പ് പ്രപഞ്ചം ഉണ്ടാകാൻ ഒരു കാരണം വേണം. അപ്പോൾ അത് സൃഷ്ടാവായ അള്ളാഹുവാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ലളിതമായിട്ട് രണ്ടാമത് പറയാം.